എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറിക്കടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. സാധാരണ നമ്മൾ ഈ ഒരു കടല വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കാറ്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു കടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ചേരുവകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു കടല വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പോളം വരുന്ന കടല 6 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് കടല പെട്ടെന്ന് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടായി കിടക്കുന്ന വെള്ളത്തിലോട്ട് ഈ ഒരു കടല ഒരു 3-4 മണിക്കൂർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. ഇത് കറക്റ്റായിട്ട് കുതിർന്ന് കിട്ടിയാൽ മാത്രമേ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കടല കുതിർക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്നെടുത്തിട്ടുള്ള കടല വെള്ളമൊക്കെ കളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരു തരി പോലും വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഒരു കടല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു കടല നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് അരച്ചെടുക്കണ്ട. സാധാരണ നമ്മൾ പരിപ്പ് വടക്കി ചുടുന്ന സമയത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പരിപ്പ് അരച്ചെടുക്കാറുണ്ടല്ലോ, ഒരുപാട് തരികളില്ലാതെ എന്നാൽ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ ആ ഒരു തരികൾ ഉണ്ടാകുന്ന വിധത്തിൽ മാത്രം കേട്ടോ. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കടല വെച്ചിട്ടുണ്ടാക്കുന്ന സ്നാക്കിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു കടലയെല്ലാം കൂടി 2 ട്രിപ്പായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് അരയാതിരിക്കരുത് കേട്ടോ. അരയാതിരിക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ഇത് ഈ ഒരു പരുവത്തിൽ അത്യാവശ്യം ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്കിതിലോട്ടിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിൻ്റെ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടത്. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിലയ്ക്ക് പകരമായിട്ട് മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്നാക്കിന് നല്ലൊരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം വരുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി ഇടുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് കൂടി പോകണ്ട. ഈ ഒരു അളവിലൊക്കെ കടല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മാത്രം അരിപ്പൊടി മതിയാവും. ഇനി ഈ ഒരു സ്നാക്കിൻ്റെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടേബിൾ സ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂണോളം വരുന്ന മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഒരു വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്രിക വെച്ചിട്ടോ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽ മുളക് മാത്രം മതിയാകും. ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് നമ്മൾ ഇതിൽ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അങ്ങോട്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് 1.5 ടേബിൾ സ്പൂണോളം വരുന്ന കടലമാവ് ഇതിലോട്ട് നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരിപ്പൊടി ചേർത്ത് കൊടുത്തല്ലോ, അത് 1 ടേബിൾ സ്പൂണുള്ള പകരം അത് 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എങ്കിലും ഇത് നമുക്ക് കറക്റ്റായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാനും അതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുള്ളൂ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു പച്ചമുളകിൻ്റെയും സവാളയുടെയൊക്കെ ജ്യൂസൊക്കെ കറക്റ്റായിട്ട് ഈ ഒരു മാവിലോട്ട് ഇറങ്ങി വരുന്ന വിധത്തിൽ പ്രസ് ചെയ്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് വലിപ്പമായി പോകണ്ട. കാരണം ഒരുപാട് അങ്ങോട്ട് വലിപ്പത്തിലുള്ള ഉരുളകൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റ് ഈ ഒരു അളവിലൊക്കെ മാവ് എടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് വടയിലൊക്കെ ആ ഒരു മെത്തേഡ് തന്നെ. എന്നിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ഈ ഒരു മാവിലോട്ട് ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളിത് എണ്ണയിലോട്ട് ഇടുന്ന ആ ഒരു സമയം തന്നെ പെട്ടെന്ന് ഇതങ്ങോട്ട് പൊട്ടിപ്പോകും. അതുകൊണ്ട് കടലമാവ് ആവശ്യത്തിന് ചേർത്തിട്ട് ഇത് കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈയുടെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയിട്ടെടുക്കാം. ഇതെല്ലാം ഒന്ന് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് ഇത് സാധാരണ നമ്മൾ പരിപ്പ് വടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു മാവ് എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ ഇതൊന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് ആ ഒരു മാവ് ഒന്ന് സെറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് പതുക്കെ അങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് ലോ ഫ്ലെയിമിലിടണ്ട. ലോ ഫ്ലെയിമിലിടുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങോട്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് രണ്ട് വശം ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതേ കടല വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള കടല വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ് ഇട്ടത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. അത് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ. കടല വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടീ ടൈം സ്നാക്ക് തന്നെയാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യേണ്ട കാര്യം മറന്നുപോയത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.